വൈഗ കൊലക്കേസ് പ്രതി സനു മോഹനെ ശിക്ഷാവിധിക്ക് ശേഷം ഇപ്പോൾ പുറത്തിറക്കുന്നു, ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. കോടതി എല്ലാ വകുപ്പുകളിലും ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞുവെന്ന് കോടതി ശിക്ഷാവിധിയിൽ വ്യക്തമാക്കുന്നു. ജീവപര്യന്തം തടവാണ്. വിവിധ വകുപ്പുകൾ 28 വർഷം കഠിന തടവുണ്ട്. 1,70,000 രൂപ പിഴയുമുണ്ട്. പ്രതി സനു മോഹനെ ഇപ്പോൾ ശിക്ഷാവിധിക്ക് ശേഷം കോടതിയിൽ നിന്ന് പുറത്തിറക്കി പോലീസ് ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുകയാണ്. നാടിനെ നടുക്കിയ ഈ സംഭവത്തിലാണ് 1 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ കോടതിയുടെ ശിക്ഷാവിധി ഇന്നുണ്ടായത്. കൊച്ചിയിലെ പ്രത്യേക പോക്സോ കോടതിയാണ് വിധി പറഞ്ഞത്. ഇപ്പോൾ പ്രതിയെ കോടതിയിൽ നിന്ന് പുറത്തിറക്കി ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. തത്സമയ ദൃശ്യങ്ങൾ. നാടിനെ നടുക്കിയ വൈഗ കൊലക്കേസിലാണ് കൊച്ചിയിലെ പ്രത്യേക പോക്സോ കോടതി ഇന്ന് വിധി പറഞ്ഞത്. പ്രതി സനു മോഹന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സ്വന്തം മകളെയാണ് ക്രൂരമായി പിതാവ് കൊലപ്പെടുത്തിയത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇപ്പോൾ. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, കേസുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവത്തിന് ശേഷം ഈ പ്രതിയെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കോടതി നടപടികൾ പൂർത്തിയാകാനുണ്ടായിരുന്നു. 2:30-ക്ക് വിധി വന്നതാണ്. അതിനുശേഷം ഈ കോടതി നടപടികൾ പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് ഈ പ്രതി ഇത്രയും നേരം ഈ കോടതിയിൽ ഉണ്ടായിരുന്നത്. അത് പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും ഈ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാതൊരു മുഖഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് പ്രതി ഇറങ്ങി വന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു തരത്തിലുള്ള ഭാവമാറ്റവും അയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അതേ രീതിയിൽ തന്നെ എങ്ങനെയാണോ കയറിപ്പോയത് യാതൊരു കൂസലുമില്ലാതെയാണ് അയാൾ കോടതിക്കകത്തേക്ക് കയറിപ്പോയത്. കോടതിക്കുള്ളിലും അതുപോലെ തന്നെയാണ് നിന്നത്. ഇപ്പോൾ ഇറങ്ങി പോകുമ്പോഴും അതേ രീതിയിൽ തന്നെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ, യാതൊരു മുഖവ്യത്യാസവും ഇല്ലാതെ അതേ രീതിയിൽ തന്നെ വാഹനത്തിലേക്ക് വന്ന് കയറി അതേ രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വണ്ടിയിൽ ഇപ്പോൾ ഈ പേപ്പറുകളുടെ ചില പൂർത്തീകരണം കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ പ്രതിയെ വാഹനത്തിനുള്ളിൽ കയറ്റി ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കയ്യിൽ ഒരു ചെറിയ മുറിവ് പോലെ എന്തോ ഉണ്ടായിരുന്നു, പാടുകൾ എന്തോ ഉണ്ടായിരുന്നത് ഐഡന്റിഫിക്കേഷൻ മാർക്കായി കാണിച്ചു കൊടുക്കുന്നു എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഈ കൈ എടുത്തുകൊണ്ട് ഈ പ്രതി കാണിക്കുന്നത് നമ്മൾ കണ്ടത്. മറ്റൊരു തരത്തിലുള്ള പ്രതികരണവും പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ വൈഗയുടെ മാതാവോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മറ്റു ബന്ധുക്കളോ ആരും തന്നെ ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ കോടതിയിൽ 2:30-ക്ക് ശിക്ഷാവിധി കോടതി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇപ്പോൾ എന്തായാലും ഈ കോടതിയിലെ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രതി സനു മോഹനെ ജയിലിലേക്ക് മാറ്റുകയാണ്. കോടതിയിൽ ശിക്ഷാവിധി നേരത്തെ പൂർത്തിയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുന്നത്. വൈഗ കൊലക്കേസിലാണ് ഇന്ന് സുപ്രധാനമായ കോടതി വിധി ഉണ്ടായത്.